ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മതി, ദൈവം നമുക്ക് എന്തൊക്കെ സാഹചര്യങ്ങളാണ് നമുക്ക് സന്തോഷിക്കാനായിട്ട് തരുന്നതെന്ന്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷമുണ്ട് അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞൊരു ജീവിതമാണ് നമുക്കുള്ളതെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടോ? ഭൂരിഭാഗവും ഇല്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ചും നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ചും നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടാൻ പറ്റാതെ പോയതിനെ പറ്റിയൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളെക്കാൾ അധികമായി സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ വരാനുള്ള കാരണം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ക്വാർട്ടർ ഫൈനലിൽ നിന്നും നമ്മൾ സെമി ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും മത്സരം കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കുന്നു, ടെൻഷൻ നിറഞ്ഞതായിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ 3 ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ടീം ഗബ്രിയേൽ. നിമ്മി ഷാജി, സെന്റ് ജോസഫ് ചർച്ച് കുന്നമംഗലം. മിനി ജോസഫ്, സെന്റ് ജോസഫ് ചർച്ച് കുന്നമംഗലം. കുന്നമംഗലം ഇടവകയിൽ നിന്നുള്ള ടീം ഗബ്രിയേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം മിഖായേൽ. ഷൈനി ജോർജ്, നന്തളത്ത്, ചകിട്ടപ്പാറ സെന്റ് ആന്റണീസ് ഇടവക. ജോബി സതീഷ്, ചിന്താർമണിയിൽ സെന്റ് ആന്റണീസ് ചർച്ച് ചക്കിട്ടപ്പാറ. ചക്കിട്ടപ്പാറ ഇടവകയിൽ നിന്നുള്ള ടീം മിഖായേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. മോളി കട്ടക്കയം, സോഫിയ ചർച്ച് ചാത്തങ്കോട്ട് നട. ഉഷ റോബിൻ, ചാത്തൻകോട്ട് നട. ചാത്തൻകോട്ട് നട ഇടവകയിൽ നിന്നുള്ള ടീം റാഫേലിനെയും അതുപോലെ അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ക്ഷണിക്കാനായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അജിയച്ചനെയാണ്. എത്രയും സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അജിയച്ചനെ ക്ഷണിക്കുന്നു. പ്രതിസന്ധിയുടെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രതിസന്ധികളിലും സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് താമരശ്ശേരി രൂപതയിലെ മാതൃവേദി അംഗങ്ങൾ ശാലോം ടെലിവിഷനോട് ചേർന്ന് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ വീണ്ടും ഒരുമിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഈ 3 ടീമുകളെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്വിസിലേക്ക് പ്രവേശിക്കാം. ആദ്യ റൗണ്ട് തിരുവചനം റൗണ്ടാണ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 4ാം റൗണ്ട് ക്വാർട്ടർ ഫൈനൽ. ഇത് കഴിഞ്ഞാൽ സെമി ഫൈനൽ. ഈ എപ്പിസോഡിൽ നിന്ന്, ഈ മത്സരത്തിൽ നിന്ന് ഒരു ടീം മാത്രമേ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുകയുള്ളൂ. 2 ടീമുകൾക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയില്ല. മത്സരം തീർച്ചയായും ആവേശകരമായി തീരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുങ്ങിയാണ് 3 ടീമുകളും വന്നിരിക്കുന്നത്. മുൻ മത്സരങ്ങളിലൊക്കെ നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള ടീമുകളാണ്. നമുക്ക് മത്സരത്തിലേക്ക് പ്രവേശിക്കാം. പെനുവേൽ
മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക്, വചനത്തിന്റെ ഈ ഉത്സവത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. അതിനു മുമ്പ് വചനം തിരുവചനം റൗണ്ടിന്റെ പ്രത്യേകതകൾ കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ചോദ്യം, ശരിയായ ഉത്തരത്തിന് 30 മാർക്കുകൾ. ഉത്തരം തെറ്റിപ്പോയാൽ സപ്പോർട്ടിംഗ് ടീമിലേക്ക്. സപ്പോർട്ടിംഗ് ടീം ശരി ഉത്തരം പറഞ്ഞാൽ 20 മാർക്കുകൾ. സപ്പോർട്ടിംഗ് ടീം പരാജയപ്പെട്ടാൽ ചോദ്യം അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടുകയും ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്കുകൾ ലഭിക്കുകയും ചെയ്യും. ആദ്യ ചോദ്യം ടീം ഗബ്രിയേലിനോട്. ശ്രദ്ധിക്കുക. ശിഷ്യന്മാർ ശിശുക്കളെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു. യേശു പറഞ്ഞതെന്ത്? ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം ഇവരെപ്പോലെയുള്ളവർ ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം ഇവരെപ്പോലെയുള്ളവരാണ്. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഉത്തരം ആദ്യം പറയുന്ന ഉത്തരമാണ് ഞാൻ എപ്പോഴും പരിഗണിക്കുക. ശരിയായ ഉത്തരത്തിലേക്ക് ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിലേക്ക്. ശിശുക്കളെ തടയരുത്. അവരെ തടയരുത്. അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം, അവരെ പോലെയുള്ളവരുടേതാണ്. ടൈം ഇസ് അപ്പ്. പാസ് ചെയ്യപ്പെടുന്നു ടീം മിഖായലിലേക്ക്. അവരെ തടയരുത്. ഈ ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ഒരുവൻ. പാസ് ചെയ്യപ്പെടുന്നു. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ്. ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. ടീം റാഫേൽ 10 പോയിന്റുകൾ കരസ്ഥമാക്കുന്നു. ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം മിഖായലിനോട്. ടീം മിഖായൽ, സെബദി പുത്രന്മാർ അഭ്യർത്ഥിച്ചു, ഞങ്ങളിൽ ഒരാളെ വലത്തും അപരനെ ഇടത്തും ഇരുത്താൻ അനുവദിക്കണമേ. ഇതിന് യേശുവിന്റെ മറുപടി എന്ത്? നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഉത്തരം അപൂർണമാണ്. എൻ്റെ അടുത്ത് വരികയും എൻ്റെ അടുത്ത് എന്നാൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുകയും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ ടീമിലേക്ക് പോകുന്നു. സപ്പോർട്ടിംഗ് ടീം. എൻ്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള വരം എൻ്റെ സ്വർഗസ്നായ പിതാവാണ്. യേശു ഉടനെ പെട്ടെന്ന് പറഞ്ഞ മറുപടിയാണ് കിട്ടേണ്ടത്. 10-ാം അധ്യായം. നിങ്ങൾ ചോദിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. പാസ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ ചോദിക്കുന്നതാണ് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ പാനപാത്രം കുടിക്കാനോ സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? സാധിക്കും. പാസ് ചെയ്യപ്പെടും. നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്താണ് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? യെസ്, ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ?
ടീം ഗബ്രിയേൽ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു, കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ടീം ഗബ്രിയേലിന് 10 പോയിന്റുകൾ ലഭിക്കും. അടുത്ത ചോദ്യം ടീം റാഫേലിനോട്. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? യേശു അപ്പോൾ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞ തിരുവചനമാണ് പറയേണ്ടത്. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 30 മാർക്കുകൾ ലഭിക്കുന്നു. എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഓക്കെ, ഉത്തരം ശരിയാണ്. ടീം റാഫേലിന് 30 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. വചനം തിരുവചനം റൗണ്ട് പൂർണ്ണമാകുന്നു. വചനം തിരുവചനം റൗണ്ട് പൂർണ്ണമാകുമ്പോൾ 3 ടീമുകളിൽ 2 ടീമുകൾ ചെറിയ പോയിന്റുകൾ മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. ഒരു പക്ഷേ ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം മത്സരത്തിലേക്ക് തിരിച്ചു വന്നതിലുള്ള ടെൻഷൻ അവർക്കുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആകുലത ഇല്ലാത്ത മനസ്സോടെ മത്സരത്തിൽ പങ്കെടുക്കുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെ ഉണ്ട്. ടീമുകൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. ടീം ഗബ്രിയേൽ 10 പോയിന്റ്സ്. ടീം മിഖായേലിന് ഒന്നും ഈ ഘട്ടത്തിൽ നേടാൻ സാധിച്ചിട്ടില്ല. ഇനി വരുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ടീം റാഫേൽ 40 പോയിന്റ്സ്. വിഷ്വൽ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. 2ാം റൗണ്ട് വിഷ്വൽ റൗണ്ട്. വിഷ്വൽ റൗണ്ടിൽ ഒരു വിഷ്വൽ കാണുക. അത് ഏതാണ് എന്ന് കൃത്യമായി പറയുക. അധ്യായം പറയുക, പുസ്തകം പറയുക. അതിനുശേഷം ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ കൂടി ഉത്തരം നൽകുക. ശരിയായ ഉത്തരങ്ങൾക്ക് 10 മാർക്ക് വീതം, അങ്ങനെ 30 മാർക്കുകൾ. എന്നാൽ ഉത്തരം തെറ്റിപ്പോയാൽ 5 മൈനസ് മാർക്കുകളും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം പറയുവാൻ ടീമുകൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയാൽ സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച മൈനസ് പോയിന്റുകൾ ഒഴിവാക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് സപ്പോർട്ടിംഗ് ടീമും വളരെ ശ്രദ്ധയോടുകൂടി ഈ റൗണ്ടിൽ ആയിരിക്കേണ്ടതാണ്. ചോദ്യത്തിലേക്ക്. ടീം മിഖായേലിനോടാണ് ആദ്യ ചോദ്യം. വിഷ്വൽ ശ്രദ്ധിക്കുക. വിഷ്വൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അത് ഏത് പുസ്തകത്തിലാണ് അത് ഉള്ളത് എന്ന് പറയണം. അതോടൊപ്പം തന്നെ ഏത് അധ്യായത്തിൽ പറയും. യേശു ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. യെസ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം. 10ാം അധ്യായം. ഉറപ്പാണോ? മുഖം പറയുന്നില്ലല്ലോ ഉറപ്പാണെന്ന്. അതെ, ഉറപ്പാണ്. അതെ. ഭയം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. യെസ്. ടീം മിഖായേലിന് ഉത്തരം ശരിയാണ്. ടീം മിഖായേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. 10 പോയിന്റുകൾ ലഭിക്കുന്നു. അങ്ങനെ നിങ്ങൾ സ്കോർ ഷീറ്റിൽ പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അടുത്ത ചോദ്യം. ശിഷ്യന്മാർ ശകാരിച്ചത് ആരെ? യേശു കോപിച്ചത് ആരോട്? സമയം ശ്രദ്ധിക്കണം. 30 സെക്കൻഡുകളാണ് നിങ്ങൾക്കുള്ളത്. പറയാം. ശിഷ്യന്മാർ ശകാരിച്ചത് ആരെ? ഈ സംഭവത്തിൽ തന്നെ യേശു കോപിച്ചത് ആരോട്? യേശു ശകാരിച്ചത് ശിഷ്യന്മാരെ, യേശു കോപിച്ചതാണ്. കോപിച്ചത് ശിഷ്യന്മാരോട്. സമയം കഴിഞ്ഞിരിക്കുന്നു.
ഒന്നാമത്തിന് ഉത്തരം പറഞ്ഞുമില്ല. ശിഷ്യന്മാർ ആരെയാണ് ശകാരിച്ചത്? സപ്പോർട്ടിംഗ് ടീമിലേക്ക്. ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ചോദ്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശിഷ്യന്മാർ ശകാരിച്ചത് ആരെ? യേശു കോപിച്ചത് ആരോട്? ശിഷ്യന്മാരോടാണ് കോപിച്ചത്. കറക്റ്റാണ്. ജനങ്ങളെയാണ് ശകാരിച്ചത്. ആര്? ശിഷ്യന്മാർ ജനങ്ങളെയാണ് ശകാരിച്ചത്. ബൈബിളിലെ ഉത്തരം പറയണം. യേശുവിൻ്റെ അടുക്കൽ വന്നവര് ആണ് ശകാരിച്ചത്. ടൈം ഈസ് അപ്പ്. നമുക്ക് ആ ഉത്തരം കൃത്യമായി പറയേണ്ടതുണ്ട്. മൈനസ് കിട്ടുന്ന റൗണ്ടാണ്. ഉത്തരം ഇപ്രകാരമാണ്. ശിഷ്യന്മാർ ശകാരിച്ചത് ശിശുക്കളെ കൊണ്ടുവന്നവരെ മാത്രമാണ്. ജനങ്ങളെ മുഴുവൻ ശകാരിച്ചില്ല. ശിശുക്കളെ കൊണ്ടുവന്നവരെയാണ് ശിഷ്യന്മാർ ശകാരിച്ചത്. ഇത് കണ്ടിട്ടാണ് യേശു ശിഷ്യന്മാരോട് കോപിച്ചത്. യേശു കോപിച്ചത് ജനങ്ങളോടല്ല. ആ വിഷ്വൽ വളരെ കൃത്യമായിരുന്നു. നിങ്ങൾക്ക് 5 മൈനസ് പോയിന്റുകൾ ലഭിക്കുന്നു. ഈ ഭാഗത്തെ, ഇപ്പോൾ ഈ കണ്ട ഈ ഭാഗത്തെ 10-ാം അധ്യായം 15-ാം തിരുവചനം പറയുക. 10-ാം അധ്യായം 15-ാം തിരുവചനം. 15-ാം തിരുവചനം. ഈ ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ഒരുവനും അതിൽ പ്രവേശിക്കുകയില്ലെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. ഉത്തരം ശരിയാണ്. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ആശയം പൂർണ്ണമായി വന്നിട്ടുണ്ട്. 1-2 വാക്കുകൾ കൂടി അതിൽ വരേണ്ടതാണ്. പക്ഷെ എന്നാലും ആ ഉത്തരം തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. ടീം മിഖായലിന്റെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 10 പോയിന്റുകൾ നൽകുന്നു. 10 പോയിന്റുകൾ ടീം മിഖായൽ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം മിഖായൽ 20 പോയിന്റുകളാണ് ഈ റൗണ്ടിൽ നേടിയത്. എന്നാൽ ഒരു ഉത്തരം തെറ്റിയതുകൊണ്ട് 5 മൈനസ് മാർക്കുകൾ ലഭിച്ചു. 15 പോയിന്റുകളാണ് വിഷ്വൽ റൗണ്ടിൽ ടീം മിഖായലിന് സമ്പാദിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ടീം മിഖായലിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാം. അടുത്ത ചോദ്യം ടീം റാഫേലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. എൻ്റെ സുവിശേഷം പറഞ്ഞോളൂ. എന്താ സംഭവം എന്ന് ആദ്യം പറയും. സംഭവം ഏതാന്ന് ആദ്യം പറയും. കാനായിലെ വിവാഹ വിരുന്ന്. അല്ല, ഉത്തരം തെറ്റാണ്. സപ്പോർട്ടിംഗ് ടീമിലേക്ക്. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. എന്താണ് സംഭവം? സെബദി പുത്രന്മാരുടെ അമ്മ യേശുവിനോട് അപേക്ഷിക്കുന്നു. അത് ശരിയാണ്. പക്ഷെ അധ്യായം പറഞ്ഞത് തെറ്റിപ്പോയി. സെബദി പുത്രന്മാരുടെ അഭ്യർത്ഥന നമ്മൾ പറഞ്ഞ ഭാഗത്തില് ഞാൻ പറഞ്ഞു. അത് അപ്പൊ സെബദി പുത്രന്മാരുടെ അഭ്യർത്ഥന എന്ന് പറഞ്ഞ ഭാഗം ശരിയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ 2-ാം ഭാഗം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ 11 എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് 5 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. എന്തായിരുന്നു സെബദി പുത്രന്മാർ
അമ്മയല്ല, സെബദീ പുത്രന്മാർ യേശുവിനോട് ചെയ്ത ആദ്യ അഭ്യർത്ഥന. 2 അല്ല 3 അല്ല, ആദ്യ അഭ്യർത്ഥന. ഞാൻ അങ്ങയോട് ചോദിക്കുന്നതെന്തും അങ്ങ് എനിക്ക് ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നതെന്തും അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആവശ്യപ്പെടുന്നതും അതിലെല്ലാം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വാക്ക് അവിടെ അവസാനം വന്നപ്പോൾ അത് പ്രശ്നം വന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്കത് മാർക്ക് തരാൻ സാധിക്കുകയില്ല. പാസ് ചെയ്യപ്പെടുന്നു റാഫേലിന് സപ്പോർട്ടിംഗ് ടീമിലേക്ക്. ചോദിക്കുന്ന എന്തും ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൽ അങ്ങടിയിട്ടും അല്ലല്ല, അത് പറയണ്ട. അങ്ങയോട് ചോദിക്കുന്ന എന്തും ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല, ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആഗ്രഹിക്കുന്നു എന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരൊരു അഭ്യർത്ഥനയായിട്ടാണ് ചെല്ലുന്നത്. ആ വാക്കുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് മാർക്ക് തരാനായിട്ട് പറ്റുകയില്ല. ആശയം വളരെ കൃത്യമായിരുന്നുവെങ്കിൽ ഞാൻ ഇത് തന്നേനെ. പക്ഷെ അവിടെ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്, വിശ്വസിക്കുന്നു എന്നല്ല. ഓക്കെ, അതുകൊണ്ട് വീണ്ടും 5 മൈനസ് പോയിന്റുകൾ കൂടി ടീം റാഫേലിന് ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 44-ാം തിരുവചനം പറയുക. 10-ാം അധ്യായം 44-ാം തിരുവചനം. നിങ്ങളുടെ പ്രമാണികൾ അവരുടെ മേൽ യജമാനം പുലർത്തുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. 10-ാം അധ്യായം 44-ാം തിരുവചനമാണ് വേണ്ടത്. ഞാൻ വന്നിരിക്കും ശുശ്രൂഷിക്കാനും വേണ്ടി. ഈ പറയുന്നതൊക്കെ തന്നെ ഇതിലെ തിരുവചനങ്ങൾ തന്നെയാണ്. ഞാനിത് മനസ്സിലാക്കുന്നു, അത് പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആകുലത കൊണ്ട് അത് കൃത്യമായി പറയാത്തതാണ്. വിജാതിയുടെ ഭരണകർത്താക്കൾ അതും ശരി തന്നെയാണെങ്കിലും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല. സപ്പോർട്ടിംഗ് ടീമിലേക്ക്. യെസ്, പറഞ്ഞു നോക്കോളൂ. നിങ്ങളുടെ ഒന്നാമൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. ആദ്യം പറയത്തില്ലായിരുന്നോ? നിങ്ങൾ മതി. അപ്പോൾ പറഞ്ഞു ഉത്തരം ശരിയാണ്, പക്ഷെ എനിക്ക് മാർക്ക് തരാൻ അനുവാദമില്ല. കാരണം സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോയിരിക്കുന്നു. പക്ഷെ ഉത്തരം അവിടെ അറിയാമെന്നും പഠിച്ചിട്ടുണ്ട് എന്നും മനസ്സ് സ്വസ്ഥമായി ചിന്തിച്ചാൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ സാധിക്കുമെന്നും ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊള്ളാൻ പറഞ്ഞത്. മാർക്ക് തരികയില്ല, 5 മൈനസ് പോയിന്റുകളാണ് തരുന്നത് എങ്കിൽ കൂടിയും ഈ ഒരു പ്രധാനപ്പെട്ട ബോധ്യം മനസ്സിലേക്ക് നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കുക. നിങ്ങൾ മാത്രമല്ല 3 ടീമുകളും നിങ്ങൾ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഉത്തരമുണ്ട്. എല്ലാ ആകുലതകളും മാറ്റിവെക്കുക. ശാന്തമായി നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ടീം റാഫേലിന് പോയിന്റുകൾ നേടാൻ സാധിച്ചില്ലെങ്കിലും അവർക്ക് ഇനി മുന്നോട്ടുള്ള മത്സരത്തിന് കൃത്യമായൊരു മാർഗരൂപം, കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടീം റാഫേലിന് 15 മൈനസ് പോയിന്റുകളാണ് ലഭിക്കുന്നത്. കിട്ടിയ പോയിന്റിൽ നിന്നും 15 പോയിന്റുകൾ നഷ്ടമാകുക എന്നത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനകം ടീം റാഫേൽ കുറച്ച് പോയിന്റുകൾ സമ്പാദിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ ആ നഷ്ടം വലിയ ആഘാതം ഏൽപ്പിക്കുകയില്ല എന്ന് തന്നെ കരുതുകയാണ്. വിഷ്വൽ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ടീം ഗബ്രിയേൽ ശ്രദ്ധിക്കുക. യെസ്, ഈ വിഷ്വൽ അടയാളപ്പെടുത്തുന്ന സംഭവം ഏത് പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അധ്യായം
ഏത്? ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. യെസ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. ടീം ഗബ്രിയേൽ വിഷ്വൽ റൗണ്ടിലെ ആദ്യ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നു. അവർക്ക് 10 മാർക്ക് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം. യേശു ശിഷ്യന്മാരോട് ഏത് ഗ്രാമത്തിൽ ചെന്ന് തനിക്ക് വേണ്ടി കഴുതക്കുട്ടിയെ കൊണ്ടുവരാനാണ് ആവശ്യപ്പെടുന്നത്? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. യേശു ശിഷ്യന്മാരോട് ഏത് ഗ്രാമത്തിൽ ചെന്ന് തനിക്ക് വേണ്ടി ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവരാനാണ് ആവശ്യപ്പെടുന്നത്? എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെന്ന്. പേര് പറയുന്നില്ല ഗ്രാമത്തിന്റെ? ഇല്ല, ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. എതിരെ കാണുന്ന ഗ്രാമം. അതെ. മാറ്റുന്നില്ല? ഇല്ല. ശരി, എങ്കിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഉത്തരം ശരി തന്നെയാണ്. ശരിയായ ഉത്തരം എതിരെ കാണുന്ന ഗ്രാമത്തിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ടീം ഗബ്രിയേലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. 11-ാം അധ്യായം 10-ാമത്തെ തിരുവചനം പറയുക. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഓശാന. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോസാന, ഓശാന എന്നല്ലേ പറഞ്ഞത്? മാറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയുമില്ല. ആദ്യം പറയുന്ന ഉത്തരമാണ് പരിഗണിക്കുക. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയായി വന്നിരിക്കുന്നു. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. യെസ്, അഭിനന്ദിക്കാം. ആദ്യ റൗണ്ടിൽ നഷ്ടമായ പോയിന്റുകൾ നിങ്ങൾ വീണ്ടെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും 3 ടീമുകൾക്കും മുന്നോട്ട് പോകാനുള്ള ഇന്ധനം ഈ 2 റൗണ്ടുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ, പൂർവാധികം ശക്തിയോടെ മുന്നോട്ടുള്ള റൗണ്ടുകളിലേക്ക് പോവുക. എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഇതുവരെ ഓരോ ടീമിനും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ എത്രയാണെന്ന് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. ജോസ്മി. ടീം ഗബ്രിയേൽ 40 പോയിന്റ്സ്. ടീം മിഖായേലിന് ലഭിച്ചിരിക്കുന്നത് 15 പോയിന്റ്സ്. ടീം റാഫേൽ 25 പോയിന്റ്സ്. 2 റൗണ്ടുകൾ വേഗത്തിൽ കഴിഞ്ഞിരിക്കുന്നു. 3-ാം റൗണ്ടിന്റെ പേര് തന്നെ റാപ്പിഡ് റൗണ്ട് എന്നാണ്. അതിന്റെ അർത്ഥം വേഗത്തിലുള്ള റൗണ്ട്. ഈ റൗണ്ടിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം നൽകും. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്കുകൾ. ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ സ്കോർ ചെയ്യാതെ പോയാൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നതായിരിക്കും. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ പരമാവധി ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞുകൊണ്ട് മാർക്കുകൾ സ്കോർ ചെയ്യുവാൻ ഓരോ ടീമും പരിശ്രമിക്കുക. സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഈ റൗണ്ടിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ അവസരമുണ്ട്. റാപ്പിഡ് റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതിനുള്ള അവസരം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജോസ്മി, പ്ലീസ്. വിജ്ഞാനമുത്തുകൾ, തിരുസഭാ ചരിത്രം. തിരുസഭാ ചരിത്രം, വിജ്ഞാന മുത്തുകൾ. പഠിച്ചിട്ടുണ്ട്. ടെൻഷൻ മാറിയോ? മാറിയിട്ടുണ്ട്. ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചാൽ മതി. എങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം ആരംഭിക്കുകയാണ്. ആദ്യ ചോദ്യം. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ആദ്യ വിജാതിയൻ ആര്? കൊർണേലിയസ്. ശരിയായ ഉത്തരം. രക്തസാക്ഷിത്വത്തെ സഭയുടെ വളർച്ചയുമായി തെർത്തുല്യൻ സൂചിപ്പിക്കുന്നത് എങ്ങനെ? രക്തസാക്ഷികൾ രക്തസഭയുടെ വിത്താവുന്നു. ശരിയായ ഉത്തരമാണ്. ആദ്യമായി ക്രിസ്തീയ മുദ്രയോട് കൂടിയ നാണയം ഇറക്കിയ ചക്രവർത്തി? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. ശരിയായ ഉത്തരമാണ്. ഒരിജൻ വധിക്കപ്പെട്ടത് ഏത് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ? ദേച്ചിയൂസ്. ശരിയായ ഉത്തരമാണ്. യൂദാസ് ലീഹായുടെ
പ്രേക്ഷിത സ്ഥലങ്ങൾ ഏതൊക്കെ? പാലസ്തീൻ, അറേബ്യ. ശരിയായ ഉത്തരമാണ്. യോഹന്നാന്റെ പ്രേക്ഷിത സ്ഥലങ്ങൾ ഏതൊക്കെ? ഏഷ്യ മൈനർ, എഫെസസ്. ശരിയായ ഉത്തരമാണ്. ഐക്കണോക്ലാസം എന്നാൽ എന്ത്? ഛായാപടങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള നീക്കം. ശരിയായ ഉത്തരമാണ്. സമയവും കഴിഞ്ഞിരിക്കുന്നു. 7 ചോദ്യങ്ങളാണ് ടീം റാഫേൽ നേരിട്ടത്. 7 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് നിങ്ങൾ 35 മാർക്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ടീം റാഫേൽ റാപ്പിഡ് റൗണ്ടിൽ റാപ്പിഡായി 35 പോയിന്റുകൾ നേടി അവരുടെ സ്കോർ ഷീറ്റിനെ ഒന്നും കൂടി ബലമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. അടുത്ത അവസരം ടീം ഗബ്രിയലിന്റെ അവസരമാണ്. നിങ്ങൾക്കും കിട്ടും ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള അവസരം. ജോസ്മി പ്ലീസ്. വിജ്ഞാനമുത്തുകൾ, ബൈബിൾ. ബൈബിൾ പഠിക്കാൻ എളുപ്പമുള്ളത്. എങ്ങനെയാ? പഠിച്ചിട്ടുണ്ട്? നന്നായി പഠിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എങ്കിൽ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബൈബിൾ എഴുതപ്പെട്ട കാലഘട്ടം? BC 1200 AD 100 ഇടയ്ക്ക്. ശരിയായ ഉത്തരമാണ്. യഹൂദർ ബൈബിളിനെ 3ആയി തിരിച്ചിരിക്കുന്നു. ഏവ? തോറ, നബീം, കെത്തുബി. ശരിയായ ഉത്തരമാണ്. പഴയ നിയമ ഗ്രന്ഥങ്ങളെ വാക്യങ്ങളും അധ്യായങ്ങളുമായി തിരിച്ച വർഷം? 1448. ശരിയായ ഉത്തരമാണ്. ഹ്യൂമാനി ജനറീസ് എഴുതിയ പാപ്പ വർഷം? 12 പിയൂസ് മാർപ്പാപ്പ 1943. ശരിയായ ഉത്തരമാണ്. വിശുദ്ധ ലൂക്കാട് സുവിശേഷം ആർക്ക് വേണ്ടി വിരചിതമായതാണ്? വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട്. ശരിയായ ഉത്തരമാണ്. പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന സംഭവം ഏതൊക്കെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? വിശുദ്ധ മർക്കോസ്, വിശുദ്ധ മത്തായി, വിശുദ്ധ ലൂക്ക. ശരിയായ ഉത്തരമാണ്. വസ്ത്രത്തിന്റെ ഉപമ ഏത് സുവിശേഷത്തിൽ, ഏത് അധ്യായത്തിൽ? ലൂക്കാട് സുവിശേഷത്തിൽ. സമയം കഴിഞ്ഞിരിക്കുന്നു. ലൂക്കാട് സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. 7 ചോദ്യങ്ങൾ നേരിട്ടു. അതിൽ 6 ശരിയായ ഉത്തരങ്ങൾ നൽകി 30 മാർക്കുകൾ, വിലയേറിയ 30 മാർക്കുകൾ ടീം ഗബ്രിയേൽ കരസ്ഥമാക്കിയിരിക്കുന്നു. ടീം ഗബ്രിയേലിന് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. ടീം മിഖായൽ, നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണ്ടേ? ശരി, ജോസ്മി. വിജ്ഞാനമുത്തുകൾ, തിരുസഭയും ഹൈറാർക്കിയും. പഠിച്ച ഭാഗമാണോ ഒഴിവാക്കിയ ഭാഗമാണോ? ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സാരമില്ല. ഇതിനു മുമ്പും പഠിച്ച ഭാഗമാണല്ലോ. തിരുസഭയും ഹൈറാർക്കിയും. ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആരംഭിക്കട്ടെ? ശരി. ശരി, എന്നാൽ ആരംഭിക്കുകയാണ്. ആദ്യ ചോദ്യം, സഭയുടെ ലക്ഷണങ്ങൾ ഏവ? ഏകം, ശ്ലൈഹികം, സാർവത്രികം. ഒന്നും കൂടിയുണ്ട്. ശ്ലൈഹികം, ഏകം, സാർവത്രികം, വിശുദ്ധം. ശരിയായ ഉത്തരം. റുത്തേനിയൻ സഭ ഏത് പദവിയിലുള്ള സഭയാണ്? ബൈസന്റീൻ. തെറ്റായ ഉത്തരമാണ്. ഉക്രൈനിയൻ സഭയുടെ ആരാധന ക്രമം ഏത്? പാസ്. മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലഘട്ടം ഏത്? പാസ്. 3 നിങ്ങൾ സ്കോർ ചെയ്തില്ല. 4 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിച്ചത്. അതിലെ ആദ്യ 3 ചോദ്യങ്ങൾക്കും അതിലെ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. സഭയുടെ ലക്ഷണങ്ങൾ ഏവ എന്ന ചോദ്യത്തിന് ഏകദേശം 15 സെക്കൻഡുകളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്. ഈ റൗണ്ടിൽ ടീം മിഖായലിന് 5 പോയിന്റുകൾ മാത്രമാണ് ലഭിക്കുന്നത്. നിങ്ങൾ ഒഴിവാക്കിയ ഭാഗത്തു നിന്ന് തന്നെ ചോദ്യം വന്നു. ഇത് ഞാനാണ് നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ക്വിസ് മാസ്റ്റർ ഞങ്ങളോട് കടുപ്പമുള്ള ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞേനെ. പക്ഷെ നിങ്ങൾ തന്നെ എടുത്ത ചോദ്യമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ എടുത്ത ചോദ്യമാണ് നിങ്ങൾക്ക് ലഭിച്ചത്.
ടീം മിഖായലിന് 5 പോയിന്റുകളാണ് ലഭിക്കുന്നത്. 3 റൗണ്ടുകൾ പൂർണ്ണമാകുമ്പോൾ ഓരോ ടീമിനും ലഭിച്ച പോയിന്റുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ടീം ഗബ്രിയേൽ 70 പോയിന്റ്സ്, ടീം മിഖായേൽ 20 പോയിന്റ്സ്, ടീം റാഫേൽ 60 പോയിന്റ്സ്. 3 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ മത്സരത്തിന്റെ വിധി നിർണയിക്കുന്ന, ഗതി നിർണയം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 റൗണ്ടുകൾ, സപ്പോർട്ടേഴ്സ് റൗണ്ട്, മെഗാ ബോണസ് റൗണ്ട്. അതിലെ ആദ്യ റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ട്. സപ്പോർട്ടിംഗ് ടീമിന് തങ്ങളുടെ ടീമിന് വേണ്ടി മാർക്കുകൾ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സുവർണ അവസരം. നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ ടീമിന് നിങ്ങൾ പോയിന്റുകൾ നേടിക്കൊടുക്കണം. നിങ്ങളുടെ ടീമുകളെ മത്സരത്തിൽ ഉറപ്പിച്ചു നിർത്തണം. ആത്മവിശ്വാസം കൊടുക്കണം, ധൈര്യപ്പെടുത്തണം. ആദ്യ ചോദ്യം ചോദിക്കുന്നത് ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, മനോഹരമായിട്ടുള്ള ഈ തിരുവചനം. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. ഏത് പുസ്തകത്തിലാണ് ഈ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഏത് അധ്യായത്തിൽ? യോഹന്നാൻ 1-ാം ലേഖനം. അധ്യായം 1-ാം അധ്യായം. 1-ാം അധ്യായം. 1 യോഹന്നാൻ 1-ാം അധ്യായം. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ് ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം പറഞ്ഞിരിക്കുന്നത്. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് വേണ്ടി വിലയേറിയ 15 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ, പ്രത്യേകം അഭിനന്ദനം. രണ്ടാമത്തെ ചോദ്യം ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ആരെ ഉദ്ദേശിച്ചാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതിയത്? സമയം തീർന്നിരിക്കുന്നു. നിങ്ങളുടെ സമയം തീർന്നിരിക്കുന്നു. ഏഷ്യ മൈനറിലെ ക്രൈസ്തവ സമൂഹങ്ങളെ ഉദ്ദേശിച്ചാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതിയത്. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം വിലയേറിയ 15 പോയിന്റുകൾ ടീമിന് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട്. വലിയ കാര്യം തന്നെ. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അടുത്ത ചോദ്യം ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ടീം മിഖായൽ ശ്രദ്ധിക്കുക. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമ ലംഘനമാണ്. ഞാൻ ആവർത്തിക്കാം. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമ ലംഘനമാണ്. ഏത് പുസ്തകത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പുസ്തകമേത്? അധ്യായമേത്? യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം. അധ്യായം എത്ര? 1. 1-ാം അധ്യായം. നിങ്ങൾക്ക് ശരിയാക്കണമെന്ന് തോന്നുന്നുണ്ടോ? യോഹന്നാന്റെ 1-ാം ലേഖനം എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അധ്യായം 3-ാം അധ്യായമാണ്. നിങ്ങൾ പകുതി ശരി പറഞ്ഞതുകൊണ്ട്, ചോദ്യത്തിന്റെ പകുതി ഭാഗം ശരിയായി പറഞ്ഞതുകൊണ്ട് 7.5 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ടീം മിഖായലിന് 7.5 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 11-ാം തിരുവചനം. അതിന്റെ ആദ്യ ഭാഗം ഞാൻ പറയാം, ബാക്കി ഭാഗം നിങ്ങൾ പൂരിപ്പിക്കണം. ശ്രദ്ധിക്കുക. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്. ആദ്യം മുതലേ
നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്. പൂരിപ്പിക്കുക. പാപം ചെയ്തില്ലെന്ന് പറയുന്നവൻ വ്യാജം പറയുന്നു. ഉത്തരം തെറ്റാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ പറയാവുന്നതാണ്. ആർക്കെങ്കിലും? നാം പരസ്പരം സ്നേഹിക്കണം. യെസ്, അവിടെ ഒരു ടീം പറഞ്ഞു കഴിഞ്ഞു. നാം പരസ്പരം സ്നേഹിക്കണം. നാം പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റുകൾ തരാൻ നിവൃത്തിയില്ല. ടീം മിഖായേൽ ഈ റൗണ്ടിൽ 7.5 മാർക്കുകൾ ടീമിന് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട്. ടീം മിഖായേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം ഇതാണ്: സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഞാൻ ആവർത്തിക്കാം. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുകത്തിന് നിങ്ങൾ ഇനിയും വിധേയരാക്കരുത്. പുസ്തകമേത്? അധ്യായമേത്? ഉറക്കെ പറയും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, പൗലോസ്ലീഹ. അധ്യായം? ഏതെങ്കിലും ഒരു അധ്യായം പറയണ്ടായിരുന്നോ? സമയം കഴിഞ്ഞു. വലിയ നമ്പറൊന്നും പറയാതെ ചെറിയൊരു നമ്പറൊക്കെ ചാടി പറയണ്ടായിരുന്നോ? യെസ്, ഇനി മാർഗമില്ല. ഉറക്കെ പറയൂ. 5-ാം അധ്യായം. യെസ്, ആദ്യ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം ശരിയായതുകൊണ്ട്, ഗലാത്യ എന്ന് പറഞ്ഞത് ശരിയായതുകൊണ്ട് നിങ്ങൾക്ക് 7.5 മാർക്കുകൾ ലഭിക്കുന്നു. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട 7.5 മാർക്കുകൾ തന്നെയാണ്. ഈ മത്സരത്തിന്റെ ഈ ഘട്ടത്തിൽ 7.5 മാർക്കുകളല്ല, 1 മാർക്ക് പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. വിലയേറിയ 7.5 മാർക്കുകളാണ് ടീം റാഫേലിന് സപ്പോർട്ടിംഗ് ടീം സമ്പാദിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല. അഭിനന്ദനങ്ങൾ. ഞാനൊരു തിരുവചനം പറയാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 15-ാം തിരുവചനം. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. പൂരിപ്പിക്കുക. ധാരാളം വചനപ്രഘോഷണ മേഖലകളിൽ കേട്ടിട്ടുള്ളൊരു വചനഭാഗമാണിത്. ഉറക്കെ പറയും. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പ്രധാനം. ഉത്തരം ശരിയാണ്. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. പ്രധാനം എന്നുള്ള വാക്കും ഞാൻ അതേ അർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട് സപ്പോർട്ടിംഗ് ടീമിന് ഞാൻ മുഴുവൻ മാർക്ക് നൽകുകയാണ്. 15 മാർക്കുകൾ നൽകുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് 15 മാർക്കുകൾ കൂടി കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനം. സപ്പോർട്ടേഴ്സ് റൗണ്ട് തീരുന്നു. ഇനി ബാക്കിയുള്ളത് മെഗാ ബോണസ് റൗണ്ടാണ്. മെഗാ ബോണസ് റൗണ്ടിന്റെ നിയമങ്ങൾ ശ്രദ്ധിക്കുക. 3 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യത്തിന് 10 പോയിന്റ്, രണ്ടാമത്തേതിന് 15, മൂന്നാമത്തെ ചോദ്യത്തിന് 25 പോയിന്റുകൾ. ഒരു ടീമിന് 50 പോയിന്റുകൾ വരെ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന റൗണ്ടാണിത്. അതോടൊപ്പം ഈ റൗണ്ടിൽ ചതിക്കുഴികളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് നാം മനസ്സിലാക്കണം. നിങ്ങളോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയാൽ ഒരു സംശയവുമില്ല, അത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടമാകും. ആദ്യ ചോദ്യം ചോദിക്കുക ടീം മിഖായലിനോടായിരിക്കും.
ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരാനുകൂല്യത്തെ പറ്റി നിങ്ങളോട് പറയാതിരിക്കാനാവില്ല. ഈ റൗണ്ടിൽ ചോദ്യങ്ങൾ സ്വീകരിക്കാനും ഉപേക്ഷിക്കുവാനും, അതായത് പ്രൊസീഡ് ചെയ്യുവാനും ക്വിറ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഈ റൗണ്ടിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാനും സാധിക്കും. അതിനുള്ള അവസരവും നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇതുവരെ തങ്ങൾക്ക് എത്ര പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനത്തിനായി ജോസ്മിയിലേക്ക്. ജോസ്മി. ടീം ഗബ്രിയേൽ 85 പോയിന്റ്സ്. ടീം മിഖായലിന് ലഭിച്ചിരിക്കുന്നത് 27.5. ടീം റാഫേൽ നേടിയിരിക്കുന്നത് 82.5. മെഗാ ബോണസ് റൗണ്ടിലെ ആദ്യ ചോദ്യത്തിനുള്ള അവസരം ടീം മിഖായലിനാണ്, നിങ്ങൾക്കാണ്. ചോദ്യം സെലക്ട് ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. ജോസ്മി പ്ലീസ്. ഏതാണ് നിങ്ങൾക്ക് കിട്ടിയ ഭാഗം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. നന്നായി പഠിച്ച ഭാഗമല്ലേ അത്? പഠിച്ചിട്ടുണ്ട്. യെസ്, 50 മാർക്കുകൾ വരെ നേടാനുള്ള അവസരം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം? പ്രൊസീഡ് ചെയ്യുന്നോ അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. യെസ്, മത്തായിയുടെ സുവിശേഷത്തിനുള്ള ആദ്യ ചോദ്യം, യേശുവിനെ അവർ പ്രധാന പുരോഹിതനായ കയ്യാപ്പാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾക്ക് മനസ്സിലായി കാണും. യേശുവിനെ അവർ പ്രധാന പുരോഹിതനായ കയ്യാപ്പാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ആരൊക്കെ സമ്മേളിച്ചിരുന്നു? ഇതാണ് ആദ്യ ചോദ്യം. ആരൊക്കെ സമ്മേളിച്ചിരുന്നു? അതിനൊരു ഉപചോദ്യം കൂടി ഉണ്ട്. അവിടേക്ക് കൊണ്ടുപോയത് ആരാണ്? പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും അവിടെ സമ്മേളിച്ചിരുന്നവരും. അവർ സമ്മേളിച്ചിരുന്നവർ ആരൊക്കെ? അത് അവർ മാത്രം പറഞ്ഞാൽ മതി. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പ്രധാനാചാര്യനും. വിവിധ സുവിശേഷങ്ങളിൽ പലരും സമ്മേളിച്ചതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ആരാണ് എന്നാണ് പറയേണ്ടത്. അവർ സമ്മേളിച്ചത് നിരവധി പേരുണ്ടെങ്കിലും 2 കൂട്ടരെ പറ്റി മാത്രമേ സുവിശേഷത്തിൽ പറയുന്നുള്ളൂ. അതാരൊക്കെയാണത്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞർ. 2 ശ്രേഷ്ഠന്മാർ. നിങ്ങളുടെ സമയം മുൻപേ കഴിഞ്ഞിരുന്നു. നിയമജ്ഞരും ശ്രേഷ്ഠന്മാരുമാണ്. സാരമാക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഈ റൗണ്ടിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ട് 10 പോയിന്റുകൾ നഷ്ടമാവുകയാണ്. കഴിഞ്ഞ നിരവധി റൗണ്ടുകളിലെ വലിയ പരിശ്രമത്തിലൂടെയാണ് ടീം മിഖായേൽ 4ാം റൗണ്ടിൽ ക്വാർട്ടർ ഫൈനലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിരവധി ടീമുകൾ പങ്കെടുത്ത ഒരു വലിയ മത്സരത്തിന്റെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തുക എന്നുള്ളത് ദുഷ്കരമായ ഒരു യാത്ര തന്നെയാണ്. പരിമിതികളുടെ പ്രതിസന്ധികളും ഉണ്ടായി കാലഘട്ടത്തിലും ടീം മിഖായേൽ വളരെ ധീരതയോടുകൂടി തന്നെ 4ാം റൗണ്ടിലേക്ക് വന്നു. മത്സരത്തിന്റെ ഗതിവിഗതികൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. മത്സരത്തിന്റെ റിസൾട്ടുകളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വലിയ പോരാട്ടം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റുകൾ നേടാൻ സാധിച്ചില്ല. അത് കാര്യമാക്കേണ്ടതില്ല. പക്ഷേ അതെപ്പോഴും അങ്ങനെയാണ്. ക്വിസ് മത്സരത്തിൽ നമുക്ക് എപ്പോഴും ഒരുപോലെ പോയിന്റുകൾ കിട്ടിക്കൊള്ളണമെന്നുമില്ല. ചക്കട്ടപാറ ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം മിഖായലിനെയും സപ്പോർട്ടിംഗ് ടീമിനെയും ഇടവകയും എല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. ടീം മിഖായലിനെ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. മെഗാ ബോണസ് റൗണ്ടിലെ
രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. ജോസ്മി പ്ലീസ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എങ്ങനെയാണ്? നന്നായി പഠിച്ച ഭാഗമാണോ ഇത്? പഠിച്ചിട്ടുണ്ട് അച്ഛാ. ഒരു ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി അച്ഛൻ എങ്ങനെ ചോദിക്കുമെന്നാണ് പ്രശ്നം. യെസ്. അപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വളരെ പെട്ടെന്ന് അറിയേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കുന്ന ഉത്തരമായിരിക്കും അത്. മെഗാ ബോണസ് റൗണ്ട്, സാധ്യതകളുടെ റൗണ്ട്, അതോടൊപ്പം അപകടം പിടിച്ച റൗണ്ടും. എന്താണ് നിങ്ങളുടെ തീരുമാനം? പ്രൊസീഡ് ചെയ്യുന്നോ അതോ ക്വിറ്റ് ചെയ്യുന്നോ? എന്തായാലും പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു. യെസ്. ലൂക്കായുടെ സുവിശേഷത്തിനുള്ള ആദ്യ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ജനക്കൂട്ടം അവനെ അന്വേഷിച്ച് ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. ജനക്കൂട്ടം അവനെ അന്വേഷിച്ച് ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. ഏത് സ്ഥലത്തേക്കാണ് അവർ അവനെ അന്വേഷിച്ച് ചെന്നത്? വിജന സ്ഥലത്തേക്ക്. ആദ്യ സെക്കൻഡിൽ തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആലോചിച്ച് പറഞ്ഞാൽ പോരായിരുന്നു. ഉത്തരം തെറ്റിപ്പോയോ? വിജന സ്ഥലത്തേക്ക് യേശു പ്രാർത്ഥിക്കാൻ. ഇനി ഉത്തരം മാറ്റി പറയാൻ പറ്റിയല്ല. വിജന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു പോയി. വിജന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? വിഷമായോ? വിഷമിക്കണ്ട, ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം റാഫേൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വിലയേറിയ 10 പോയിന്റുകൾ ലഭിക്കുന്നു. 10 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഇനി എന്താണ് നിങ്ങൾ തീരുമാനം? ഇനിയും ചോദ്യമുണ്ട്. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു. ചോദ്യം: ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ നടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൾ കൊണ്ട് തിരുമി തിന്നു. ഈ ഭാഗം സൂചിപ്പിക്കുന്ന പഴയ നിയമ വചന ഭാഗം. നിയമവർത്തനം 23-25. നിയമാവർത്തനം 23-25. ഉറപ്പാണോ? ലഭിച്ചാൽ 15 പോയിന്റ്. ഉത്തരം തെറ്റിപ്പോയാൽ നഷ്ടമാകുന്നത് 15 പോയിന്റ്. ടീം റാഫേലിന് 15 പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നിങ്ങളുടെ സ്കോർ ഷീറ്റിലേക്ക് 15 പോയിന്റുകൾ കൂടി നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നു. മെഗാ ബോണസ് റൗണ്ട് അവസാനിച്ചിട്ടില്ല. ഇനിയും ഒരു ചോദ്യം കൂടി ബാക്കി നിൽപ്പുണ്ട്. എന്താണ് നിങ്ങളുടെ തീരുമാനം? അടുത്ത ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. ലഭിച്ചാൽ 25 മാർക്ക്, നഷ്ടമായാൽ നിങ്ങൾ നേടിയെടുത്ത 25 മാർക്കുകൾ നഷ്ടമാകും. ഏതാണ് നിങ്ങളുടെ തീരുമാനം? ഒരു വശത്ത് കിട്ടുന്ന 25 പോയിന്റുകൾ, മറുവശത്ത് നഷ്ടമാകുന്ന 25 പോയിന്റുകൾ. ഇതിന്റെ ഇടയിലൂടെയാണ് സെമി ഫൈനലിലേക്കുള്ള നിങ്ങളുടെ യാത്ര. ഏതാണ് നിങ്ങളുടെ തീരുമാനം? പെട്ടെന്ന് പറയും. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ശരി, നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ഇത് മെഗാ ബോണസ് റൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾ കൃത്യമായ ഉത്തരമാണ് പറയേണ്ടത്. ഈ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായം 20-ാം തിരുവചനം പറയുക. 6-ാം അധ്യായം 20-ാം തിരുവചനം. യേശു കണ്ണുകൾ ഉയർത്തി ജനക്കൂട്ടത്തോട് പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ശിവരാജ് നിങ്ങളുടേതാണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ ശരിയായ ഉത്തരം വായിക്കാം. അവൻ
ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു. ജനക്കൂട്ടത്തിന് നേരെയല്ല. ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, എനിക്ക് കൃത്യമായ ഉത്തരം തന്നെ വേണം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ 25 പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. നിങ്ങളുടെ 25 പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു. ഉത്തരം പൂർണ്ണമല്ല. മെഗാ ബോണസ് റൗണ്ടാണ്. റൗണ്ടിൽ ഉത്തരങ്ങൾക്ക് കൂടുതൽ കൃത്യത ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ 25 പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടമാകും. യെസ്, ടീം റാഫേൽ ഈ റൗണ്ടിൽ ആദ്യ 2 ഉത്തരങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞു. മൂന്നാമത്തെ ഉത്തരം അപൂർണമായിരുന്നു. അതുകൊണ്ട് അവർക്ക് മാർക്ക് നൽകാനായിട്ട് സാധിക്കുകയില്ല. അടുത്ത ടീം റാഫേലിന്റെ മികച്ച പ്രകടനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു കൈയടി അവർക്ക് കൊടുക്കും. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ടീം ഗബ്രിയേൽ, നിങ്ങൾക്കും സെലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ചോദ്യം സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. യെസ്, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. എന്താണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? നിങ്ങൾ ക്വിറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച ഉത്തരം തന്നെയാണ് അതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യെസ്, നിങ്ങൾ ക്വിറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ടീം ഗബ്രിയേലിന് ഈ സമയത്ത് എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം അത് തന്നെയാണ് എന്ന് എൻ്റെയും പക്ഷം. 3 ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് 2 ടീമുകൾ ഒപ്പത്തിനൊപ്പമായിരുന്നു. എന്നാൽ അവസാനത്തെ ലാപ്പിൽ മറ്റൊരു ടീം മുന്നോട്ട് കയറിയിരിക്കുന്നു. ഓരോ ടീമിന് ലഭിച്ച സ്കോറുകൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ജോസ്മിയിലേക്ക്. യെസ് പ്ലീസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ കിസിന്റെ ആവേശകരമായ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 85 പോയിന്റുമായി ടീം ഗബ്രിയേൽ. 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടീം റാഫേൽ. അവർ നേടിയിരിക്കുന്നത് 82.5 പോയിന്റ്സ്. 3-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടീം മിഖായേൽ 17.5 പോയിന്റ്സ്. ഷാലോം ടെലിവിഷനും താമരശ്ശേരി രൂപത മാതൃവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 4-ാം റൗണ്ടിലെ ക്വാർട്ടർ ഫൈനൽ റൗണ്ടിലെ ഒരു എപ്പിസോഡ് കൂടി പൂർണ്ണമാവുകയാണ്. കുന്നമംഗലം ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം ഗബ്രിയേലാണ് ഈ മത്സരത്തിൽ 1-ാം സ്ഥാനവും സെമി ഫൈനലിലേക്കുള്ള സീറ്റും ഉറപ്പിച്ചിരിക്കുന്നത്. ടീം ഗബ്രിയേലിനും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനും കുന്നമംഗലം ഇടവകയ്ക്കും കൃത്യമായ അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ, നിങ്ങളുടെ കയ്യിൽ വന്ന ഒരു വിജയമാണ് നിങ്ങൾ കളഞ്ഞതെന്ന് ഞാൻ പറഞ്ഞാൽ അതൊട്ടും തെറ്റായിരിക്കുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നിലവിൽ 20-ലധികം പോയിന്റുകൾ മുന്നിൽ നിന്നാണ് ഒരു അപകടകരമായ ഒരു തീരുമാനം നിങ്ങൾ എടുത്തത്. 3 മെഗാ ബോണസ് റൗണ്ടിലെ ചോദ്യങ്ങൾ എപ്പോഴും കടുപ്പമേറിയതാണ് നിങ്ങൾ കരുതേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങളെടുത്ത തീരുമാനത്തെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ഒരുപക്ഷെ അടുത്ത ടീമും കൂടുതൽ ഉത്തരങ്ങൾ പറയാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയായിരിക്കാം നിങ്ങൾ ആ തീരുമാനം എടുത്തത്. പക്ഷേ അതൊരു അപകടകരമായ തീരുമാനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത്. ടീം റാഫേലിനെയും അവർ പ്രതിനിധീകരിക്കുന്ന ചാത്തൻകോട്ടുനട ഇടവകയും സപ്പോർട്ടിംഗ് ടീമിനെയും നിങ്ങളെ ഒരിക്കൽ കൂടിയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ടീം മിഖായേൽ, ഇന്ന് നിങ്ങൾക്ക് മികച്ച മത്സരം പുറത്തെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും മുൻ എപ്പിസോഡുകളുടെ നിങ്ങളുടെ പ്രകടനം ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നു. മികച്ച പ്രകടനമാണ് അന്നൊക്കെ നിങ്ങൾ നടത്തിയിരുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച ചോദ്യങ്ങളെല്ലാം എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല എന്നതും വസ്തുതയാണ്. നിങ്ങളെയും നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ചക്കിട്ടപാറ ഇടവകയും സപ്പോർട്ടിംഗ് ടീമിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. കൺഗ്രാജുലേഷൻ. ഇന്ന് 2-3 സ്ഥാനങ്ങൾ നേടിയ ടീം റാഫേലിനും ടീം മിഖായേലിനും ഷാലോം ടെലിവിഷന്റെ
മെമൻറ്റോയും സർട്ടിഫിക്കറ്റും സമ്മാനവുമുണ്ട്. മെമൻറ്റോ തീർച്ചയായും നിങ്ങളുടെ ഇടവക ദേവാലയത്തിലെ ഓഫീസിൽ നിങ്ങളുടെ വിജയത്തിൻ്റെ സ്മാരകമായി സൂക്ഷിക്കേണ്ടതാണ്. സമ്മാനവും സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് തന്നെ സ്വീകരിക്കാവുന്നതുമാണ്. സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ ടീം അംഗങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ശാലോം ടെലിവിഷനും താമരശ്ശേരി രൂപത മാതൃവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 4ാം റൗണ്ടിലെ ഒരു എപ്പിസോഡ് കൂടി പൂർണ്ണമാവുകയാണ്. പ്രതിസന്ധികളിൽ തളരാതെ വചനം പ്രഘോഷിക്കുന്ന, വചനം ഉത്സവമാക്കി മാറ്റുന്ന ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ.